ഒരു കുളത്തിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ സഹൽ ഇബ്നു ഹുനൈഷ് എന്നവര് കുപ്പായം അഴിച്ചിട്ടാണല്ലോ കുളിക്കുക, ഔറത്ത് മറച്ചിട്ടുണ്ട്, പക്ഷേ ശരീരത്തിന്റെ മേൽഭാഗം ഓപ്പണാണ്. മഹാനവറുകൾ കുളിച്ചപ്പോ ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ കടന്നുപോയി. മഹാനവറുകൾ മാ റഅയ്തുൽ യൗമ കജിൽദി മുഖബ്ബഅ, ഇങ്ങനെ മനോഹരമായ ഒരു പെൺകുട്ടിയുടേതുപോലുള്ള, ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയുടേതുപോലുള്ള മൃദുലമായ ഒരു ചർമ്മം ഞാൻ ഇതുവരെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലേ എന്ന് മഹാനവറുകൾ അങ്ങ് പറഞ്ഞുപോയി. അങ്ങോട്ട് പറഞ്ഞുപോയി അറിയാതെ. ശരീരം ഭംഗിയുള്ള ആളായിരുന്നു, കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓപ്പണാണ്, കുളത്തിലാണ്, ഔറത്ത് മറച്ചിട്ടുണ്ട്. പക്ഷേ മഹാനായ ആമിർ എന്നവരുടെ നാവിൽ നിന്ന് മാ റഅയ്തുൽ യൗമ കജിൽദി മുഖബ്ബഅ മാ റഅയ്തു ഖത്തു മിഥലൽ യൗമ അബദ, ഇന്ന് ഞാൻ കണ്ടതുപോലെ ഇത്ര നല്ല ശരീരഭംഗിയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. മഹാനായ സഹൽ എന്നവർ ഫലബിത സഹലുൻ, സഹൽ എന്നവർ ബോധം കെട്ടു വീണവിടെ, ഒരു ഭാഗം കുഴഞ്ഞു വീണുപോയി, ശലല് സംഭവിച്ചു, പാരലൈസ് ആയി പോകുന്നൊക്കെ പറയില്ലേ, മനുഷ്യന്റെ ശരീരം തളർന്ന് സ്ട്രോക്ക് വന്ന പോലെ സഹൽ റളിയല്ലാഹു അൻഹു അവിടെ വീണുപോയി. അനങ്ങാൻ പറ്റുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ചെന്ന് പരാതി പറഞ്ഞു. നോക്കണം, അവിടുത്തെ ഹോസ്പിറ്റൽ, അവിടുത്തെ പരാതികൾ, അവിടുത്തെ ശിക്വ, അവിടുത്തെ ശിക്കായത്ത് ഹബീബിനോടാണ് ബോധിപ്പിക്കാനുള്ളത്. وما لنا إلا إليك فرارنا أليس فرار الخلق إلا إلى الرسل. മഹാനായ ശംസുൽ ഉലമ തങ്ങൾ ചൊല്ലാറുള്ള ബൈത്തായിരുന്നു അത്. ശംസുൽ ഉലമ തങ്ങളുടെ ക്ലാസ്സോ വഅളോ സംസാരമോ കേട്ട ഉസ്താദുമാർക്കും എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും അത്. മഹാനവറുകൾ ഈ ബൈത്ത് ചൊല്ലാറുണ്ടായിരുന്നു. വമാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ അലൈസ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റുസുലി. അമ്പിയാക്കന്മാരോടല്ലയോ പരാതി പറയാനുള്ളത്, അമ്പിയാക്കളിലേക്കല്ലേ അസ്ഹാബുകൾക്ക് ഓടാനുള്ളത്, ഉമ്മത്തികൾക്ക് ഓടാനുള്ളത്. റസൂലുള്ളാഹി തങ്ങളുടെ തവസ്സുലും തങ്ങളോടുള്ള ആ ഒരു ഇസ്തിഗാസയും ഈ ലോകത്ത് ചെയ്യാത്തവർ മഹ്ശറയിൽ നിർബന്ധിതമായും റഗ്മൻ അൻ ഉനൂഫിഹിം ചെയ്തേ പറ്റൂല. ഷഫാഅത്തിന്റെ ഹദീസ് അങ്ങനെയാണ്. അംബിയാഇന്റെ അരികത്ത് ചെന്നിട്ട് നബിയേ, അങ്ങ് അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യണം എന്ന് ഇസ്തിശ്ഫാഅ ചെയ്യൽ നിർബന്ധമായിട്ട് വരുന്നൊരു നേരമുണ്ട്. യാ അല്ലാഹ്, ഹബീബിന്റെ അരികത്തേക്ക് കൊണ്ടുപോയി സഹൽ ഇബ്നു ഹുനൈഷ് റളിയല്ലാഹു അൻഹുവിനെ. അപ്പൊ സ്വഹാബികൾ ഇത് കേൾക്കുകയാണ്, അവർ ആ സംഭവം നോട്ടീസ് ചെയ്തു, അവർ മനസ്സിലാക്കി. ആമിർ ഇബ്നു റബീഅ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു തീരുമ്പോഴേക്കും അയാൾ തലടിച്ചു വീണവിടെ. നോക്കണേ, സ്വഹാബത്തിന്റെ കാലത്ത് അത് നടന്നു. എന്തിനെന്നറിയോ? നമ്മുടെ കാലത്ത് ഇങ്ങനെ സംഭവം നടന്നാൽ എന്തു ചെയ്യണം, അതിന്റെ പരിഹാരം പരിശോധിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ അരികത്തേക്ക് കൊണ്ടുപോയി. ഫലമ്മാ ഉഖ്ബിറൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബാ നബി തങ്ങളോട് വിവരം പറഞ്ഞപ്പോൾ ഗളിബ, നബി തങ്ങൾ ദേഷ്യപ്പെട്ടു. അലാ മയഖ്തുലു അഹദുകും അഖാ, എന്തിനാണ് നിങ്ങൾ സ്വന്തം സഹോദരനെ ഇങ്ങനെ കൊന്നുകളയുന്നത് എന്ന് ചോദിച്ചു നബി തങ്ങൾ. എന്തിനാണ് നിങ്ങൾ സ്വന്തം സഹോദരനെ ഇങ്ങനെ കൊല്ലുകയാണോ? കണ്ണുകൊള്ളിച്ച് ഇങ്ങനെ പറഞ്ഞ് തബാറക്കല്ലയും മാഷാ അല്ലയും അല്ലാഹുവിന് വേണ്ടി ബറക്കത്തിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യാതെ ഒരു മനുഷ്യനെ നോക്കി പച്ചയിൽ ഇങ്ങനെ പറയുമ്പോൾ കണ്ണു കൊണ്ടുപോകും, അതുകൊണ്ട് മരണം വരെ സംഭവിക്കാം. അലാമ യഖ്തുലു അഹദുകും അഖാ, നിങ്ങൾ എന്തിനാണ് സ്വന്തം സഹോദരനെ ഇങ്ങനെ കൊല്ലുകയാണോ എന്ന് ചോദിച്ചു. സഹൽ എന്നവർ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടപ്പോ ചോദിച്ചു, ആരാണ് പറഞ്ഞത്? വല്ലതും പറഞ്ഞു? അവരെ പറഞ്ഞു, നബിയേ, ആമിർ ഇബ്നു റബീഅ ഇങ്ങനെ പറഞ്ഞിരുന്നു. മാ റഅയ്തുൽ യൗമ കജിൽദി മുഖബ്ബഅത്തിൻ മിഥലൽ യൗമി അബദാ. ആമിറിനെ വിളിക്കാൻ പറഞ്ഞു റളിയല്ലാഹു അൻഹുവിനെ. മഹാനവറുകളെ വിളിച്ചു കൊണ്ടുവന്നു. അവരാണ് ഇവിടുത്തെ ആഇൻ എന്ന് പറയുന്നത്, കണ്ണ് കൊള്ളിച്ച ആള്. അവർക്കാണ് ആഇൻ എന്ന് പറയാ. ഈ സ്വഹാബി മഈനാണ്, കണ്ണ് കൊണ്ട ആളാണ്. ആമിർ എന്നവരോട് നബി തങ്ങൾ പറഞ്ഞു, അമറഹു അൻ യഗ്തസിൽ, വെള്ളം കൊണ്ടുവന്ന് കുളിക്കാൻ പറഞ്ഞു നബി തങ്ങൾ. വയകൂനു ദാലിക ഫീ ഇനാഇൻ, ആ കുളിച്ച് തീരുന്ന ശരീരത്തിലൂടെ ഒഴുകി വരുന്ന വെള്ളം ഒരു പാത്രത്തിൽ ശേഖരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു പരന്ന പാത്രത്തിൽ അയാളെ കുളിപ്പിച്ചു.
കുളിക്കാൻ വേണ്ടി പറഞ്ഞു, ദേഹത്ത് വെള്ളമൊഴിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വയുസബ്ബുൽ മാഉ അലാ ജംബിഹിൽ ഐമനി വൽ ഐസരി ദാഖിലത്തിസാരിഹി. കണ്ണു കൊള്ളിച്ച മനുഷ്യന്റെ വസ്ത്രത്തിനടിയിലൂടെ, വസ്ത്രം ഇട്ടിട്ടാണ് കുളിക്കുന്നത്, ഔറത്ത് കാണാൻ പാടില്ല. വെള്ളം ദേഹത്തുകൂടെ ശരിക്കും വലതുഭാഗത്തും ഇടതുഭാഗത്തും വസ്ത്രത്തിനുള്ളിലൂടെ ദേഹത്ത് വെള്ളം തട്ടി വരണം എന്ന് നിബിധങ്ങൾ പറഞ്ഞു. ഒടുപ്പിച്ചു കുളിക്കാനും പറഞ്ഞു. കണ്ണുകൊണ്ട ആളെ കമിഴ്ത്തി കിടത്തി. എന്നിട്ട് ഈ ശേഖരിച്ച വുദൂഇന്റെയും കുളിയുടെയും വെള്ളം തലയുടെ ഭാഗത്ത് നിന്ന് പെരടിയിൽ നിന്ന് കാല് വരെ ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു. ഫസകബൂഹു അലൈഹി. ആ മനുഷ്യന്റെ ദേഹത്ത് അത് ഒഴിച്ചു കൊടുത്തു സഹൽ എന്നവരുടെ മേൽ. ഫഖാമ ലൈസ ബിഹി ബഅസുൻ. ഒരു കുഴപ്പവുമില്ലാതെ സഹൽ ഇബ്നു ഹുബൈഷ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു എന്ന് പരിശുദ്ധമായ സ്വഹീഹായ ഹദീസാണ്. നബി തങ്ങൾ പറഞ്ഞു, ഹല്ലാ ബറകത അലൈഹി. ആമിറേ, നിങ്ങൾക്ക് കണ്ണുകൊള്ളുന്ന അസുഖമുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ലയോ? അങ്ങനത്തെ നിങ്ങൾ, അല്ലെങ്കിൽ കാണുന്ന ഓരോരുത്തരും കൗതുകമുള്ള ഭംഗിയുള്ള ഒരു കുഞ്ഞിനെ കാണുമ്പോൾ, ഒരു കുട്ടിയെ കാണുമ്പോൾ, ഒരു വീടോ ഒരു വാഹനമോ നമുക്ക് സന്തോഷം തോന്നുന്ന എന്തോ ആകട്ടെ, നിങ്ങൾ ബറകത അലൈഹി, നിങ്ങളുടെ കൂട്ടുകാരന് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയല്ലേ വേണ്ടത്? അല്ലാഹുമ്മ ബാരിക് ഫീഹി, അല്ലാഹുമ്മ ബാരിക് അലൈഹി. അല്ലാഹുവേ ബറക്കത്ത് ചെയ്യണേ, അല്ലാഹുവേ ബറക്കത്ത് അവർക്ക് മേൽ ചൊരിഞ്ഞു കൊടുക്കണമേ. അങ്ങനെയല്ലേ നിങ്ങൾ പറയേണ്ടത്? അത് പറയാതെ നിങ്ങൾ പറയുന്ന വാക്കുകൾ കണ്ണുകൊള്ളുകയാണ്, അതുകൊണ്ട് മരണം വരെ സംഭവിക്കും. അലാമ യഖ്തുലു അഹദുകും മഖാ. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ വെറുതെ കൊല്ലുകയാണോ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫിൽ ഒരു പാഠമുണ്ട്. വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മനോഹരമായ എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു വാഹനം മേടിച്ചു, ഒരു ബൈക്ക് വാങ്ങിച്ചു, ഒരു വീട് വാങ്ങിച്ചു, ഏതെങ്കിലും ഒരു നല്ല മൊബൈൽ ഫോൺ വാങ്ങിച്ചു, എന്തോ ആകട്ടെ, നിങ്ങളത് കാണുമ്പോൾ മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിങ്ങൾ അങ്ങനെയാ പറയുന്നത്. മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കുന്നത് അല്ലാഹു ചെയ്യുന്നു. എത്ര മനോഹരമാണ് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ്. അതാണ് ഇതിന്റെ ആശയം. ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു നൽകുന്ന കഴിവേ നമുക്കുള്ളൂ. സൗന്ദര്യവും സൗകര്യവും ആരോഗ്യവും എല്ലാം അല്ലാഹു നൽകുന്നതാണ്. അങ്ങനെയാണ് പറയേണ്ടത്. റബ്ബിന്റെ ഫദ്ല്, ഹാദാ മിൻ ഫദ്ലി റബ്ബി. നമ്മുടെ വീടുകളിൽ ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കും. അതിനൊരു കുഴപ്പമില്ല, അത് ഹറാമാണ് ബിദ്അത്താന്ന് പറയാൻ നിൽക്കണ്ട, അതിലൊരു കുഴപ്പമില്ല. പക്ഷേ അത് കാണുമ്പോൾ നമ്മൾ അത് റിമൈൻഡറാണ്, നമുക്കൊന്ന് ചൊല്ലാൻ ഓർമ്മിപ്പിക്കാനുള്ളതാണ്. മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലെങ്കിൽ ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ. സുലൈമാൻ നബി പറഞ്ഞ വാക്കാണത്. ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം അവിടെ നിന്ന് ഇങ്ങോട്ട് ഫലസ്തീനിലേക്ക്, സബയിൽ നിന്ന് ഫലസ്തീനിലേക്ക് കൊണ്ടുവന്നപ്പോൾ മിനിമം 2500-3000 കിലോമീറ്റർ കാണും. നിമിഷ നേരം കണ്ണിമ ചെല്ലും വെട്ടുന്നതിന് മുമ്പ് എത്തിയപ്പോ നീ ലോകത്ത് എന്തൊക്കെ ഫ്രൈറ്റ് സർവീസ് മനുഷ്യൻ കണ്ടെത്തിയാലും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഈ മുഅ്ജിസത്തിനോളം എത്താൻ കഴിയൂല. അതാണ് അത്ഭുതം. മനുഷ്യൻ ആകാശത്തേക്ക് എത്ര യാത്ര പോയാലും ഹബീബിന്റെ ഇസ്രാ മിറാജ് പോലൊരു യാത്ര മനുഷ്യന് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും സാധിക്കില്ല. മുഅ്ജിസത്തുകൾ മനുഷ്യന്റെ കഴിവുകളെ മുഴുവനും മറികടക്കുന്ന അല്ലാഹു നൽകുന്ന അജയ്യമായ സിദ്ധികളാണ്, കഴിവുകളാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്, ഞാൻ നന്ദി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ എന്ന് പറഞ്ഞു. യാ അല്ലാഹ്, അതാണ് ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് പറഞ്ഞത്. ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമ. ഹുമ എന്നാണ് ഇതിന് വായിക്കുക. ഹുമ. മഹാനായ സഈദ് റളിയല്ലാഹു തആല അൻഹു വഹാദാ മിൻ മഹാനവറുകൾ പറഞ്ഞു, ഖദ് അഹ്സന മൻ തഹാ ഇലാ മാ സമിഅ. ബഹുമാനപ്പെട്ട ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ തങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾ കേട്ടത് അറിഞ്ഞത് ശരിയാണല്ലോ, ആ അറിഞ്ഞതുപോലെ കേട്ടതുപോലെ നിങ്ങൾ
അതുപോലെ പ്രവർത്തിക്കുന്നത് ശരിയാണ്, ന്യായമാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു അമലിന് ഒരു തെളിവുണ്ട്, ഒരു ദലീലുണ്ട്, അത് കണ്ടുവെക്കുന്നത് നല്ലതാണ്. ആലിമിനോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. സാധാരണക്കാർക്ക് ദലീലൊന്നും ഓർത്ത് വെച്ച് കിടക്കാൻ കഴിയില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധരായ ഉമ്മത്തികൾ നാളെ പരലോകത്തേക്ക് വരുന്ന ഹദീസ് ഇങ്ങനെ തുടങ്ങി വന്നിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകുന്ന 70,000 ആളുകളുടെ ചരിത്രമാണ് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാരാണ്? അല്ലദീന ലാ യസ്തർഖൂൻ, അള്ളാഹുലേക്ക് പരമാവധി റബ്ബിനെ ഏൽപ്പിക്കുകയും റുഖിയ പോലും ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടാത്തവർ, വലാ യഖ്തവൂൻ, ചൂട് വെക്കുന്ന ചികിത്സ വേണമെന്ന് ആവശ്യപ്പെടാത്തവർ. അവരാവശ്യപ്പെടില്ല എന്നതിന്റെ ആശയം. അവർ ചെയ്യൂല, ആരെങ്കിലും ചെയ്തു കൊടുത്താൽ ചെയ്യണ്ട എന്ന് പറയും. അതൊന്നും അതിന് ആശയമില്ല. അവരത് ആവശ്യപ്പെടില്ല. വലാ യതതയ്യറൂൻ, അവര് അവലക്ഷണമോ പക്ഷിലക്ഷണമോ പറയുന്നവരല്ല. അന്ന് അറബികൾക്ക് അങ്ങനെ രീതിയുണ്ട്. അവർ യാത്ര പുറപ്പെടുമ്പോൾ ഒരു പക്ഷിനെ പിടിച്ചിട്ട് ഇറങ്ങും, ഒരു പ്രാവോ ഒരു മൈനയോ. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആ പക്ഷിനെ അങ്ങോട്ട് വിടും. അത് വലത്തോട്ട് പറന്നാ പറയും നല്ല ദിവസം പോകാം. ആ പക്ഷി എങ്ങാനും ഇടത്തോട്ട് പറഞ്ഞ ഇന്ന് നടക്കൂല എന്ന് പറയും. സുബ്ഹാനല്ലാഹ്, അത് പോവില്ല. ആ പക്ഷി സാധുവിനെ അറിയോ എന്തായി സംഭവിക്കണത്? അള്ളാന്റെ പടപ്പല്ലേ അത്. അതിനെ ചൊല്ലിയാണ് യതതയ്യറൂൻ എന്ന പക്ഷി ലക്ഷണം പറയുക എന്ന ആ ഒരു പ്രയോഗം വരാൻ കാരണം അതാണ്. അന്നത്തെ ഒരു അന്ധവിശ്വാസം അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ഒരു തതയ്യുർ ചെയ്യുന്നവരല്ല മുഅ്മിനീങ്ങൾ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്. നിങ്ങളുടെ റുഖിയ നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം. സ്വഹാബികളോട് പറയാറുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് റുഖിയ ചെയ്യുന്നത് എന്നോട് വന്ന് പറഞ്ഞു തരണം. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ ഭാര്യയാണ്, നന്നായിട്ട് റുഖിയ ചെയ്തിരുന്ന മഹദിയാണ്. ആയിഷ ബീവി റുഖിയ ചെയ്ത് കൊടുക്കാറുണ്ട്, മന്ത്രിച്ചൂതി കൊടുക്കാറുണ്ട്. ഉമ്മു സലമ ബീവി ചെയ്യാറുണ്ട്. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ മന്ത്രിച്ചൂതി കൊടുത്തിട്ടുണ്ട്. യഅ്രിദു അലയ്യ റുഖാകും വലാ ബഅസ ബിർറുഖാ മാ ലം യകുൻ ശിർകാ. ഷിർക്ക് ചെയ്യാതെ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേതര ആരാധ്യരുമായി ബന്ധപ്പെട്ട വാക്കുകളോ പ്രവൃത്തികളോ അമലുകളോ ആരാധനാ കർമ്മങ്ങളോ ചെയ്യാത്ത രീതിയിൽ ഇസ്ലാമികമായി ശറഅ അംഗീകരിച്ചിട്ടുള്ള റുഖയ കൊണ്ട് ഒരു വിരോധവുമില്ല. ഈ ഹദീസിന് അർത്ഥം കൊടുക്കുമ്പോഴേ മുതഅല്ലിമീങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഹുമുല്ലദീന ലാ യസ്തർഖൂൻ എന്ന് പറയുമ്പോൾ റുഖയ ചെയ്യാത്തവരാണ് എന്ന് പറഞ്ഞാൽ ഷിർക്കായ റുഖിയ ചെയ്യാത്തവരാണ് എന്നർത്ഥം കൊടുക്കുന്നത് ശരിയല്ലെന്നാണ്. കാരണം ഒരു മുസ്ലിം എങ്ങനെ ഷിർക്കായ റുഖിയ ചെയ്യാ? ഒരു മുസ്ലിം ശറഈയ റുഖിയല്ലേ ചെയ്യുള്ളൂ. അപ്പൊ പിന്നെ അവിടെ ശറഈയായ റുഖിയയാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഈ ആളുകൾ, വിചാരണയില്ലാതെ പോകുന്ന ആളുകൾ, അതുപോലും ആവശ്യപ്പെടാതെ അള്ളാഹുലേക്ക് മുഴുവനായി തവക്കുലാക്കുന്നവരാണ്. അതാണ് ആ ഹദീസിന്റെ സാരം. എന്നല്ലാതെ ഷിർക്കായ റുഖിയ ആരും ചെയ്യില്ല. ഷിർക്കായ തമീമത്ത്, ഏലസ് കെട്ടുക എന്ന് പറയുന്നത് തമീമത്ത്. മഹാനായ അലി സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി അഹ്ലു ബൈത്താണ്, വലിയ ആലിമാൻ. ലാ ബഅസ ബിഹി, അതിനൊരു കുഴപ്പവുമില്ല എന്ന് മഹാൻ ഫത്വ കൊടുത്തിട്ടുണ്ട്. എന്തേ? ദീനിൽ ശറഅാക്കപ്പെട്ടത്. പക്ഷേ അന്ന് ഷിർക്കുമായി ബന്ധപ്പെട്ട തമീമത്തുകൾ അന്ന് ഉണ്ടായി. അതുകൊണ്ടാണ് ആരെങ്കിലും തമീമത്ത് കെട്ടുകയാണെങ്കിൽ ആ ഏലസിലേക്ക് അള്ളാഹു അവരെ ഏൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞത് ഷിർക്കിയായ ഏലസുകളെ നിരുത്സാഹപ്പെടുത്താനായിരുന്നുവെന്ന് ഹദീസ് പണ്ഡിതന്മാർ അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ചത്. എന്നാൽ ഹിഫ്ദിന് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി റുഖിയ ചെയ്യുന്ന ഒരു രീതി കൂടിയാണ് അത്തരം കാര്യങ്ങളെ ദേഹത്ത് വൃത്തികേടാവാത്ത രീതിയിൽ, അശുദ്ധമാവാത്ത രീതിയിൽ ഈ റുഖിയയുടെ കലാമുകൾ അല്ലെങ്കിൽ ദുആകൾ അദ്ഇയത്ത് ഏലസായി തമീമത്തായി കിട്ടുന്നത് ലാ ബഅസ ബിഹി എന്ന് ഫത്വ കൊടുത്തത് അലി സൈനുൽ ആബിദീൻ തങ്ങളാണ്. അഹ്ലു ബൈത്താണ്, വലിയ ആലിമാൻ, മദീന കണ്ട ലോകം കണ്ട പ്രഗൽഭനായ ആലിമാൻ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു വഅൻഹു വഅൻ ആബാഇഹി വജ്ദാദിഹി റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇഅ്രിദു അലയ്യ റുഖാകും, നിങ്ങളുടെ റുഖിയകളൊക്കെ എന്നെ കാണിക്കണേ എന്ന് തങ്ങൾ പറഞ്ഞു. വലാ ബഅസ ബിർറുഖാ മാ ലം യകുൻ ശിർകാ, ശിർക്കല്ലാതിരുന്നാൽ അതുകൊണ്ട് ഒരു വിഷയവുമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വലാ യഖ്തവൂൻ, ചൂട് പിടിപ്പിക്കുന്ന തീ കൊണ്ട് ചൂടാക്കുന്ന ചികിത്സകൾ ചെയ്യാൻ ആവശ്യപ്പെടാത്തവരാണ്.
അത് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലെന്നാണ്. റേഡിയേഷൻ ചെയ്യുന്നു, അത് ഹറാമാന്ന് പറയാൻ നിൽക്കണ്ട, അങ്ങനെ ഇല്ല. കാരണം തങ്ങൾ അനുവദിച്ചിട്ടുള്ള അശ്ശിഫാഉ ഫീ സലാസ, 3 വിഷയങ്ങളിൽ ശിഫയുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞു. ശർബത്തു അസലിൻ, ഒന്ന് തേൻ കുടിക്കലാണ്. തേൻ ശിഫയാണ്, തേൻ ശിഫയാണ്. ഖുർആൻ പറയാം അതങ്ങനെ ഈമാനൻ വഹ്തിസാബൻ എന്ന് പറഞ്ഞ പോലെ അല്ലാഹു ശിഫ വെച്ചതാണെന്ന നിയ്യത്തോടുകൂടെ നിങ്ങൾ കഴിച്ചാൽ അത് രോഗത്തിന് ശിഫ കിട്ടിയിരിക്കുന്നതാണ്. ഒരു സഹാബിക്ക് വയറുവേദന ഉണ്ടായി, തങ്ങളോട് വന്ന് പറഞ്ഞു, നബിയേ ഇന്ന അഖീ യശ്തകി ബത്ന, എന്റെ സഹോദരന്റെ വയറിന് വേദനയാ നബിയേ. തങ്ങൾ പറഞ്ഞു ഇസ്ഖിഹി അസല, തേൻ കൊടുക്ക്, തേൻ കുടിക്കാൻ വേണ്ടി പറ എന്ന് പറഞ്ഞു. തേൻ കൊടുത്തു, വയറ്റുന്ന പോക്ക് കൂടി. നബിയെ കൂടിയിട്ടുണ്ട്, ഇസ്ഖിഹി അസല, തേൻ കൊടുക്ക് എന്ന് പറഞ്ഞു. തങ്ങൾ വീണ്ടും കൊടുത്തു, വീണ്ടും കൂടി. തങ്ങളെ വീണ്ടും കൂടിയിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു ഇസ്ഖിഹി അസല, കൊടുക്ക്, തേൻ തന്നെ കൊടുക്ക്. സദഖല്ലാഹു വകദബ ബത്നു അഖീക്, അല്ലാഹു പറഞ്ഞത് സത്യമാണ്, നിന്റെ സഹോദരന്റെ വയറാണ് നുണ പറഞ്ഞത്, കൊടുക്ക് തേൻ എന്ന് പറഞ്ഞു. ഫബരിഅ, 3ാമത്തെ തവണ കൊടുത്തപ്പോൾ അയാൾക്ക് സുഖം പ്രാപിച്ചുവെന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. ശർബത്തു അസലിൻ, തേൻ ശിഫയാണ്. നല്ല തേൻ കിട്ടണം, ശർക്കര കലക്കിയത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ഒറിജിനൽ തേൻ കിട്ടണം. ശർബത്തു അസലിൻ, 3 കാര്യത്തിൽ ശിഫയുണ്ട്. അശ്ശിഫാഉ ഫീ സലാസ, സ്വഹീഹുൽ ബുഖാരിയിൽ ഇബ്നു അബ്ബാസ് തങ്ങളിൽ നിന്ന് മർഫൂആണ്, തങ്ങൾ പറഞ്ഞതായിരിക്കണം എന്ന് ഉറപ്പാണ്. അശ്ശിഫാഉ ഫീ സലാസത്തിൻ, 3 കാര്യങ്ങളിൽ ശിഫയുണ്ട് എന്ന് പുണ്യനബി പഠിപ്പിച്ചു. ശർബത്തു അസലിൻ, ഒന്ന് തേൻ കുടിക്കലാണ്. വശർതതു മഹ്ജമിൻ, ഹിജാമ ചെയ്യലാണ്. കപ്പിംഗ് എന്ന് പറയില്ലേ, ഹിജാമ ചെയ്യാ, നമ്മുടെ നാട്ടിലൊക്കെ അത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു സുന്നത്താണത്, കൂലിയുള്ള കാര്യം. തങ്ങളത് ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു. പിന്നെ പറഞ്ഞു വകയ്യതുനാരിൻ, തീ കൊണ്ട് ചൂടാക്കിയിട്ട് ചെയ്യുന്ന ചികിത്സയും, ഇത് 3ലും ശിഫയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു. അന അൻഹാ അനിൽ കയ്യി, എനിക്കത് വേണ്ട എന്ന് തങ്ങൾ പറഞ്ഞത് കറാഹത്താണെന്നാണ്. വേറെ റിവായത്തിൽ വമാ ഉഹിബ്ബു അൻ അക്തവി, എനിക്ക് ആ ചൂട് വെക്കൽ ഇഷ്ടമില്ല എന്ന് തന്നെ തങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ തീ കൊണ്ട് ചൂടാക്കുന്ന ചികിത്സ ഹറാമാണെന്ന് പറയാൻ കഴിയില്ല. അത് തങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല. അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങൾ ഭക്ഷണം കൊടുത്തപ്പോൾ അതിൽ ഉള്ളിട്ടിടുന്നു, തങ്ങളിത് കഴിച്ചില്ല. പിന്നാരെ നബിയെ അങ്ങെന്തേ ഭക്ഷണം കഴിക്കാതിരുന്നത്? പറഞ്ഞു, അബൂ അയ്യൂബ്, എന്നെ ആളുകൾ കാണാൻ വരൂലേ, ഞാൻ ഈ ഗന്ധമുള്ള സാധനങ്ങളൊക്കെ തിന്നാൽ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർക്ക് വിഷമം തോന്നൂലേ, വായെന്ന് ദുർഗന്ധം വരൂലേ, അതുകൊണ്ട് ഞാൻ തിന്നില്ല എന്നുള്ളൂ, നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അബൂ അയ്യൂബ് തങ്ങൾ പറഞ്ഞു, തങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളും കഴിക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു പച്ചയുള്ളി ഇട്ടിട്ടില്ല എന്ന്. വേവിച്ച് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല, വേവിച്ച് വറുത്തിട്ട് അത് പച്ചയായിട്ട് നമ്മൾ ഭക്ഷണത്തിലേക്ക് ചേർക്കുമ്പോൾ അതിന് വായ നാറ്റം വരാൻ ഇടയുണ്ട്. അങ്ങനെ തങ്ങൾ ചെയ്തില്ല എന്നാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഉമ്മത്തികൾ പറഞ്ഞു നിങ്ങൾ ചെയ്തോളൂ, കുഴപ്പമില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വലാ യക്തവൂൻ എന്ന് പറഞ്ഞാൽ ഹറാമായത് ചെയ്യില്ല എന്നല്ല, ഹലാലായിട്ട് പോലും തങ്ങൾ അനുവദിച്ചിട്ട് പോലും ഒരു ചികിത്സ ചെയ്യേണ്ടി വരുമ്പോൾ എനിക്കത് വേണ്ട, ഞാൻ അല്ലാഹുവിലേക്ക് തവക്കുലാക്കാം എന്ന് പറയുന്ന ഈ ഉമ്മത്തികളിലെ VVIPകളായ 70,000 ആളുകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ 1,24,000 ഉണ്ട്, ഹജ്ജിന് വന്നവര്, അല്ലാത്ത സ്വഹാബികൾ വേറെയും. എന്നിട്ട് ആ 70,000 സ്വഹാബികളിൽ പൂർത്തിയായില്ല. നോക്കണം, ഇവിടെ വേറെ ഒരു അത്ഭുതകരമായ ഹദീസുണ്ട്. ആ 70,000-ൽ അള്ളാഹു ചെയ്ത ഒരു നിഅമത്തുണ്ട്. ഓരോ 1000-നും 1000 വെച്ച് അള്ളാഹു തആല തന്നിട്ടുണ്ടെന്നാണ് വരുന്ന ഹദീസുകളിൽ പറയാം. വകയ്യതുനാരിൻ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വലാ യതതയ്യറൂൻ, തതയ്യുർ ചെയ്യാതിരിക്കുക, അവലക്ഷണം ചെയ്യാതിരിക്കുക. നഹ്സുകളെ സംബന്ധിച്ച് അങ്ങനെ ഇമാം സുയൂത്തി തങ്ങളുടെ കിതാബ് തന്നെ ഉണ്ട്. നഹ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞ ആലിമീങ്ങളുണ്ട്, ഇല്ലെന്ന് പറഞ്ഞവരുണ്ട്. തവക്കുലാക്കിയാൽ നഹ്സ് എന്ന് പറയുന്നത് ഫി അയ്യാമിൻ നഹിസാത്തിൻ, അല്ലാഹുവിന്റെ അദാബുകൾ മുൻ സമൂഹങ്ങളിലേക്ക് ഇറങ്ങിയ ചില നാളുകളെ ചരിത്രപരമായി പണ്ഡിതന്മാർ കണ്ടെത്തിയത് ആയതുകൊണ്ട് ഇന്ന ദിവസങ്ങളിൽ നഹസ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇമാം സുയൂത്തി തങ്ങളൊക്കെ അതിൽ വല്ലാണ്ട്
വളരെയധികം ചർച്ച ചെയ്തിട്ട് അതിന്റെ പ്രബലമായ പക്ഷപ്രകാരം അങ്ങനെ ഒരു നഹ്സിനെ പേടിച്ച് അള്ളാഹു പരിശുദ്ധമാക്കിയ ദിവസങ്ങളെ നമ്മൾ സംശയിക്കേണ്ടതില്ല എന്ന പക്ഷത്തേക്ക് മഹാനവറുകൾ ചർച്ച കൊണ്ടുവരുന്നത് കാണാൻ കഴിയും. ശവ്വാലിനെ സംബന്ധിച്ച് അങ്ങനെ പറയാറുണ്ട്, ശവ്വാല് കല്യാണം നടത്താൻ പറ്റൂല എന്നൊക്കെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ആര് കല്യാണം പറഞ്ഞു വന്നാലും ബീവി റളിയല്ലാഹു അൻഹ كانت إذا جهزت امرأة للزواج تجعل الدخلة والعرس في شوال نكاية في اعتقاد أهل الجاهلية. ജാഹിലിയ കാലത്ത് ശവ്വാലിൽ നിക്കാഹ് ചെയ്തുകൂടാ എന്ന് പറയുന്ന ആ വിശ്വാസത്തെ തിരുത്താൻ വേണ്ടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഏത് പെൺകുട്ടികളുടെയും കല്യാണം പറഞ്ഞു വരുമ്പോൾ നിക്കാഹ് ശവ്വാലിലായിക്കോട്ടെ എന്ന് ബീവി പറയാറുണ്ടായിരുന്നുവെന്ന് ഹദീസിൽ കാണാൻ കഴിയും. മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അഖദ അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ശവ്വാൽ. എന്റെ നിക്കാഹ്, എന്റെ ഖിത്ബത്ത്, എന്റെ നിക്കാഹ് നബി ഞങ്ങൾ ചെയ്തത് ശവ്വാലിലാണ്. വബനാബി ഫീ ശവ്വാൽ. ഞാൻ ഹബീബിന്റെ കൂടെ വീട്ടിലേക്ക് നിൽക്കാൻ ഭാര്യയായി വന്നതും ശവ്വാൽ മാസത്തിലാണ്. ഫഅയ്യുകുന്ന കാനത അഹ്ളാ ഇൻദ. എന്നെക്കാളും ഭാഗ്യമുള്ള ആരാ ഉള്ളത്? അപ്പൊ ശവ്വാല് കല്യാണം ഉണ്ടാക്കി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമുണ്ടെന്ന് പറയാൻ നിൽക്കണ്ട. എന്റെ കല്യാണ നിബിധങ്ങൾ എന്നെ കല്യാണം കഴിച്ചത് ശവ്വാലിലാണ്. എനിക്ക് എത്ര സൗഭാഗ്യങ്ങൾ ഉണ്ടായി എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹു തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സുബഹി നിസ്കരിച്ച് ഇറങ്ങിയാൽ അത് ബർക്കത്തുള്ള ദിവസം. ഇനി ആർക്കെങ്കിലും വസ്വാസ് തോന്നുന്നുണ്ടോ, ആ നഹ്സുമ തന്നെ പോയിക്കോളൂ, അങ്ങനെ ആലിമീങ്ങൾ പറയാം. ചില ആളുകൾക്ക് അങ്ങനെയാണ്, അത് നഹ്സാന പറഞ്ഞു കേൾക്കാനായി. ചിലർക്കുണ്ടല്ലോ ഒരു കാര്യത്തിൽ എന്താ മസാല, അത് ഹറാമ് എന്ന് കേട്ടാലേ അവർക്ക് സമാധാനമാവുള്ളൂ. അല്ലാതെ എന്ത് മസാല പറഞ്ഞാലും അത് ചിലപ്പം വെറുതെ പറയായിരിക്കും. അവർക്ക് മനസ്സമാധാനമാവണമെങ്കിൽ അത് പറ്റൂല, അത് ഹറാമ് തന്നെ കേൾക്കേണ്ടി വരും. അപ്പൊ പിന്നെ അത് കിട്ടുന്നിടത്തോളം അവർ പോകും. നഹ്സിനെ സംബന്ധിച്ച് പറയല്ലത്, ആർക്കെങ്കിലും അതിൽ സംശയമോ വസ്വാസോ തോന്നുന്നുണ്ടോ ആ ദിവസങ്ങളങ്ങ് ഒഴിവാക്കുക. കാരണം എനിക്ക് അന്ന് ഞാൻ അതിൻ്റെ കച്ചവടം തുടങ്ങിയത് കൊണ്ടാണോ പടച്ചോനെ, അന്ന് എൻ്റെ വീടിൻ്റെ പാലുകാച്ചൽ എൻ്റെ കുടിയിരിക്കൽ ചെയ്തത് കൊണ്ടാണോ എനിക്കങ്ങനെ സംഭവിച്ചത് എന്നൊന്നും തോന്നാൻ വസ്വാസുണ്ടോ, എന്നാൽ പിന്നെ ആ നഹ്സുകളായ ദിവസങ്ങളെ അങ്ങ് മാറ്റിവെച്ചേക്കിൻ. പക്ഷേ ആഖിറു അർബിഅ മിൻ കുല്ലി ശഹ്റിൻ യൗമു നഹ്സിൻ മുസ്തമിർ. എല്ലാ അറബ് മാസത്തിലെയും അവസാനത്തെ ബുധനാഴ്ച നഹ്സാണ് എന്ന് പറയുന്ന ഹദീസിനെ സംബന്ധിച്ച് ഹദീസ് പണ്ഡിതന്മാർ മൗളൂഉൻ, ദഈഫും കൂടിയല്ല, പച്ച നുണയുണ്ടാക്കിയ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസാണെന്നാണ് അതിനെ സംബന്ധിച്ച് മുഹദ്ദിസീങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അലം, അല്ലാഹു അലം. അങ്ങനെ ഒരു മാസത്തിൽ അവസാനത്തെ ബുധനാഴ്ചയെ മോശമാക്കിയിട്ടും ആ ബുധനാഴ്ച ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടും നമ്മൾ നഹ്സ് തതയ്യുർ എന്നതിന് പറയാം. മുഅ്മിനീങ്ങൾ അല്ലാഹുവിലേക്ക് തവക്കുലാക്കുന്നു. അല്ലാഹുവേ, നീ ഉണ്ടാക്കുന്ന പ്രഭാതവും നീ ഉണ്ടാക്കുന്ന രാവും പകലും അല്ലാഹു ഖൽഖും മിൻ ഖൽഖിക യാ അല്ലാഹ്, ഹാദാ ഖൽഖുൻ ജദീദ്. അങ്ങനെ ആ ദിവസങ്ങളെ കുറിച്ച് പറയാം. ഇത് റബ്ബേ, നീ ഉണ്ടാക്കുന്ന പുതിയ ഒരു സൃഷ്ടിയാണ്. അല്ലാഹു ഓരോ ദിവസവും പുതിയ സൃഷ്ടിപ്പല്ലേ. ഓരോ ദിവസത്തിലും എത്ര ഡാറ്റകൾ, എത്രയധികം സംഭവങ്ങൾ, എത്രയധികം ഇവന്റ്സുകൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബിന്റെ ഖൽഖാണ്. ആ ഖൽഖ് എങ്ങനെ മശ്ഊമാവുക? മുഅ്മിനീങ്ങളായ ആളുകൾ മൻ സല്ലൽ ഫജ്റ ഫീ ജമാഅ, ജമാഅത്തായിട്ട് ആരെങ്കിലും സുബ്ഹി നിസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ സുരക്ഷയിലാണ്. ആ മനുഷ്യനെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കാൻ പോകണ്ട. അല്ലാഹു ഏറ്റെടുത്ത മനുഷ്യനാണവർ. ആളുകൾക്ക് എന്ത് ദുൽമ വരാനാണ്? അതുകൊണ്ട് വസ്വാസുള്ളവർ എന്ത് ചെയ്യുക? ഇങ്ങനെ സൂക്ഷിച്ചോളൂ. അല്ലാത്തവർ, ഈ ഇംഗ്ലീഷുകാർക്കൊക്കെ 13 എന്നുള്ള അക്കം ഭയങ്കര പേടിയാണ്. 13 ലിഫ്റ്റിൽ 13 ഇടാത്ത ബിൽഡിങ്ങുകൾ ഉണ്ടാവും യൂറോപ്യൻ നാടുകളിലൊക്കെ. 12ാമത്തെ ഫ്ലോർ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 13 കാണൂല. ബട്ടണിൽ 14 ഉണ്ടാവുള്ളൂ. ഫ്ലോർ 13 ആയിരിക്കും, പക്ഷേ അതിന് നമ്പർ ഇട്ട് 14 ആയിരിക്കും. 13 ഒരു പൈശാചിക നമ്പറാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ലോകത്ത്. ആ 666 പിശാച്ചിന്റെ നമ്പറാണെന്ന അധികം ഇംഗ്ലീഷുകാർ വിശ്വസിക്കുന്നത്. പിശാച്ചിന്റെ നമ്പറാണെന്നാ പറയാം 666. നമ്മൾ 6666 നല്ല നമ്പറാണെന്ന് നമ്മൾ പറയാം. പക്ഷേ 6666 ഖുർആന്റെ അക്കല്ലല്ലോ ശരിക്കും. ഖുർആന്റെ ആയത്തിന്റെ എണ്ണം 6236. അത് എങ്ങനെയാണ് 6666 എന്ന് ആയിപ്പോയത് എന്നാവോ? അങ്ങനെ ആയത്തില്ല ഖുർആൻ. 6236. 6236 അക്കം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗോൾഡൻ നമ്പറൊക്കെ വണ്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ 6236 നോക്കിക്കോ. അത് ആയത്തിന്റെ എണ്ണമാണ്. 3 ആറുകൾ പടിഞ്ഞാറുകാർക്ക് പേടിയാണ്. 666 അത് പിശാച്ചിന്റെ നമ്പറാണ്, ഡെവിൽ നമ്പർ എന്നാ പറയാം. നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലേ? ഇനി അങ്ങനെ വല്ല ബൈക്കിനും കാറിനും നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ഫാൻസി അല്ലേ എന്ന് ചോദിച്ചാൽ കാശ് കൊടുത്ത് വാങ്ങിച്ച നമ്പറായിരിക്കും. പേടിക്കേണ്ട. അങ്ങനെ ആളുകൾ എന്തൊക്കെ അന്ധവിശ്വാസം ഉണ്ടാവും, നമ്മൾ നോക്കേണ്ട കാര്യം. വലഹയത്തയ്യറൂൻ, മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് ഈ ദുശകുനമോ ബാഡ് ഒമൻ ഇതിന് പറയാം, ഇതൊന്നും മുഅ്മിനീങ്ങളെ തീണ്ടുകയില്ല.
വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിനെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നവരാണ്. അല്ലാഹുവിനെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നവരാണ്. അല്ലാഹുവിനെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അധ്വാനിക്കണം. അഫ്ളലു മാ അകല റജുലു മിൻ കസ്ബിഹി, ഒരു മനുഷ്യൻ അധ്വാനിച്ചു തിന്നുന്നതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും അഫ്ളലായ റിസ്ഖ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവനവൻ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന, കച്ചവടം ചെയ്തുണ്ടാക്കുന്ന സമ്പാദ്യം വെറുതെ കിട്ടുന്നതോ ദാനമോ അല്ല, യാചിച്ചു വാങ്ങിക്കുന്നതോ അല്ല, അവനവൻ അധ്വാനിക്കേണ്ടതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അധ്വാനിക്കാൻ വേണ്ടി പറഞ്ഞു, എന്നിട്ട് തവക്കുലാക്കാൻ വേണ്ടി പറഞ്ഞു. യാ അല്ലാഹ് وعلمناه صنعة لبوس لكم لتحصنكم من بأسكم. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ ആർമർ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു അല്ലാഹു തആല. യുദ്ധത്തിൽ അണിയുന്ന ഇരുമ്പിന്റെ കുപ്പായം. ദാവൂദ് നബി അലൈഹിസ്സലാം അങ്ങനെ ഒരു ബ്ലാക്ക് സ്മിത്ത് ആയിരുന്നു, ഇരുമ്പ് കൊണ്ട് ജോലി ചെയ്തിരുന്ന മഹാനാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. അമ്പിയാക്കന്മാരൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ എന്ത് ജോലി ചെയ്തു എന്ന് ചോദിച്ചാൽ അഷ്റഫുൽ ഖൽഖ് അങ്ങനെ ഒരു ചോദ്യം യുക്തിവാദികളൊക്കെ ചോദിക്കാറുണ്ട്. തങ്ങൾ എന്ത് ചോദിച്ചു? നമ്മളൊരു ഡോക്ടർ എന്നൊക്കെ പേരുള്ള ഒരു ചങ്ങയുണ്ടല്ലോ, മുസ്ലിം പേരുള്ള ആളൊക്കെ ചോദിക്കാറുണ്ട്. ഒന്നും പഠിക്കണില്ല, വെറുതെ വിമർശിക്കാൻ വേണ്ടി ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കി ഇവിടെ ആളുകൾ മുസ്ലിമീങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലല്ലേ ആരെങ്കിലും കേൾക്കുള്ളൂ. പക്ഷെ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിക്കണം ഇപ്പം അല്ലേ. ഈ മുസ്ലിമീങ്ങളെ മേക്കിട്ട് കയറാന്ന് പറഞ്ഞപ്പോൾ ഒരു 2ാം നമ്പറായി മാറിയിട്ടുണ്ട്. എന്തിനും വർഗീയത പറയാം. അപ്പൊ അവര് പറയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറയാറില്ല, നമുക്ക് പറയണ്ടേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ജോലിയാ ചെയ്തതെന്ന് ചോദിക്കും. തങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്, നുബുവത്ത് വരെ തങ്ങൾക്ക് ജോലിയുണ്ട്. തങ്ങൾ ആട്ടിടയനായും കച്ചവടവും തങ്ങൾ ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് മുഹദ് റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് താങ്ങും തണലുമാണ്. തങ്ങൾ ചെയ്ത ജോലി എന്ന് ചോദിച്ചാൽ നമ്മൾ അറിയണം, തങ്ങൾ പട്ടിണി കിടന്ന നബിയാണ്. തങ്ങൾക്ക് നുബുവത്തിന്റെ ദൗത്യം അല്ലാഹു ഏൽപ്പിച്ചപ്പോൾ വേറെ ഒരു ജോലിക്ക് പോകാൻ തങ്ങൾക്ക് നേരമുണ്ടായിട്ടില്ല എന്നതാണ് സത്യം. തങ്ങൾക്ക് ഉമ്മത്തിന്റെ വിഷയങ്ങളിൽ ഇറങ്ങുകയായിരുന്നു. എന്നാൽ തങ്ങൾ ആരോടെങ്കിലും യാചിച്ചിട്ടുണ്ടോ? തങ്ങൾ പറഞ്ഞോ സ്വഹാബികളോട് എനിക്ക് പൈസ കൊണ്ടുതരണം? സക്കാത്ത് പോലും തങ്ങൾ എന്താ പറഞ്ഞത്? സക്കാത്തിന് ഞാനോ എന്റെ അഹ്ലു ബൈത്തോ അർഹരല്ല, ഞങ്ങൾക്ക് സക്കാത്ത് തരാൻ പാടില്ല. തങ്ങളുടെ വീട്ടിൽ പട്ടിണിയാണ്, പക്ഷേ തങ്ങൾക്ക് സക്കാത്ത് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. തങ്ങൾ ജോലി ചെയ്യാതെ സുഖിച്ചു എന്നാണ് ഇവന്മാര് വിചാരിക്കുന്നത്. ഹബീബായ നബി തങ്ങളുടെ വീട്ടിലെ മാസങ്ങളോളം പുക ഉയരാതെ നബി തങ്ങൾ പട്ടിണി കിടക്കുകയാണ് ഉണ്ടായത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വീട്ടിൽ പട്ടിണിയായിരുന്നു. ഇവര് വിചാരിക്കുക എന്താ അറിയോ? തങ്ങൾ ജോലി ചെയ്യാതെ ഭയങ്കര സുഖിച്ചിങ്ങനെ കുടവയറായിട്ട് നടക്കുകയായിരുന്നു എന്നാ. ഹബീബായ നബി തങ്ങൾക്ക് ദഅവത്തിന്റെ ഡ്യൂട്ടി ഉണ്ടായതിന്റെ പേരിൽ നബി തങ്ങൾ മുഴുസമയവും ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിച്ചു, ഉമ്മത്തിന്റെ വിഷയങ്ങൾ ഇടപെട്ടു. തങ്ങൾ പട്ടിണി കിടന്നു. ആരെങ്കിലും ഭക്ഷണം കൊണ്ടുകൊടുത്താൽ തങ്ങൾ തിന്നുമായിരുന്നു, ആരെങ്കിലും ഹിബത്ത് കൊടുത്താൽ തങ്ങൾ സ്വീകരിക്കുമായിരുന്നു. ഒരു അനുയായിയോടും തങ്ങൾ കൈനീട്ടി ചോദിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോടും എനിക്ക് ഭക്ഷണം വേണമെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. തങ്ങൾ പട്ടിണി കിടന്നിരുന്നു. നിങ്ങൾക്ക് പട്ടിണി കിടക്കാൻ പറ്റുമോ? ഹബീബ് ചെയ്ത പോലെ പുണ്യനബി പട്ടിണി കിടക്കുകയാണ് ഉണ്ടായത്. നിങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യത്തിന്റെ രസം എന്ന് പറയുന്നത് പുണ്യനബി അധ്വാനിക്കാതെ വയറ് വീർപ്പിച്ച് ജീവിച്ചു എന്ന് കേൾക്കുമ്പോഴല്ലേ. തങ്ങൾ പട്ടിണിയാണ് കിടന്നത്. ഹബീബായ നബി പട്ടിണി കടന്ന് ജീവിച്ച നബിയാണ്. അവിടുത്തെ ഭാര്യമാര് ഞങ്ങൾക്ക് ജീവിക്കാനാകില്ല എന്ന് പറഞ്ഞ് തങ്ങളുടെ മുമ്പിൽ നിന്ന് കുടുംബജീവിതം അവസാനിപ്പിക്കുമാർ ഒരു തീരുമാനത്തിലേക്ക് വരെ തങ്ങൾക്ക് ചിന്തിക്കേണ്ടി വന്നില്ലേ? ഒരു ദിവസം വിശപ്പടക്കാനുള്ള ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ തങ്ങൾ വിഷമിച്ചു പോയില്ലേ? റേഷൻ വേണമെന്ന് ഭാര്യമാര് പറഞ്ഞു തുടങ്ങിയില്ലേ? തങ്ങൾ പട്ടിണി കിടന്നു. അതിനെന്ത് കുഴപ്പം? ഹബീബാ നബി തങ്ങൾ പട്ടിണി കിടന്നിട്ടാ തങ്ങൾ ജീവിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ശബിഅ ആലു മുഹമ്മദിൻ മിൻ ശഈരിൻ വലാ ഖുബ്സിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ കുടുംബം വയറു നിറച്ച് തിന്നിട്ടില്ല. ഒരു ബാർലിയോ ഗോതമ്പോ റൊട്ടിയോ പുണ്യനബി വയറു നിറച്ചിട്ടില്ലെന്നല്ലേ പരിശുദ്ധ ഹദീസ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഹബീബാ നബി തങ്ങൾ നമ്മളോട് അധ്വാനിക്കാൻ വേണ്ടി പറഞ്ഞു. തങ്ങൾ അധ്വാനിച്ചു ഉമ്മത്തിന്റെ ദഅവത്തിന് വേണ്ടി. പക്ഷേ തങ്ങൾ പറഞ്ഞു ലാ അസ്അലുക്കും അലൈഹി അജ്റാ, നിങ്ങൾ ആരും എനിക്ക് ഒന്നും തരരുത്, ഞാൻ പൈസ മോഹിച്ചുകൊണ്ടല്ല ദഅവത്ത് ചെയ്യുന്നത് എന്ന് ഉമ്മത്തിനോട് തുറന്നു പറഞ്ഞ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ. അനുയായികളോട് അവരുടെ അച്ചാരം വാങ്ങി ജീവിച്ചു എന്ന് നിങ്ങൾ ഹബീബിനെ കുറിച്ച് പറയരുത്. ചരിത്രം അതിന് എതിരാണ്, തെളിവുകൾ അതിനെതിരാണ്. ഹബീബാ നബി തങ്ങൾ പട്ടിണി കിടക്കാൻ ആഗ്രഹിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ വരും, നിസ്കാരം കഴിഞ്ഞിട്ട് ആയിഷ ബീവിയോട് ബീവി എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഒന്നുമില്ല നബിയേ. മുസലമ നിങ്ങളുടെ അടുത്ത് വല്ലതുണ്ടോ? ഒന്നുമില്ല നബിയേ. ഹഫ്സ ബീവി എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഒന്നുമില്ല. ഇദൻ അന സ്വായിമുൻ, ഞാൻ ഇന്ന് സുന്നത്ത് നോമ്പെടുക്കുകയാണ്. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
തദാവൗ യാ ഇബാദല്ലാഹ് വലാ തതദാവൗ ബിഹറാം. നമ്മളോട് ചികിത്സിക്കാൻ പറഞ്ഞു നബി തങ്ങൾ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഹറാമ് കൊണ്ട് ചികിത്സിക്കരുതേ. മദ്യമോ ലഹരിയോ ഉപയോഗിച്ച് ചികിത്സയാണെന്ന് പറയരുത്. മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ചികിത്സയാണെന്ന് പറയരുത്. അല്ലാഹുമാ ജഅലല്ലാഹു ശിഫാഅൻ ഫീമാ ഹറം. അല്ലാഹു ഹറാമാക്കിയ ഒരു വസ്തുവിലും അല്ലാഹു ശിഫാ വെച്ചിട്ടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഒരു ന്യായം പറഞ്ഞ് ഹറാമുകളെ ഹലാൽവൽക്കരിക്കരുത്. എന്നാൽ നമ്മളോട് ചികിത്സിക്കാൻ വേണ്ടി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ തവക്കുലാക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചികിത്സ തേടാം, പക്ഷേ അല്ലാഹുവിലേക്ക് തവക്കുലാക്കി മാറ്റിവെച്ചവർ. കയ്യും ബിന്നാർ, ചൂടാക്കിയുള്ള ചികിത്സ ചെയ്യാം, പക്ഷേ വേണ്ടെന്ന് വെച്ചവർ. ഒരു അവലക്ഷണമോ നഹസോ ഉണ്ടെന്ന് വരാം, പക്ഷേ അള്ളാഹ്ക്ക് വേണ്ടി അത് മൈൻഡ് ചെയ്യാതെ വിട്ടവരെ. വലാ യതതയ്യറൂൻ, റുഖ്യ ചെയ്യാം, പക്ഷേ ഞങ്ങൾക്കത് വേണ്ടെന്ന് തീരുമാനിച്ചവർ. അങ്ങനത്തെ ആളുകൾ 70,000 പേർ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെയാണ് പോകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഉഖാശതങ്ങൾ ചോദിച്ചു. ഉഖാശത്ത് ഇബ്നു മിഹ്സൻ, നബിയെ ഉദ്ഉല്ലാഹ യജ്അലനി മിൻഹും, ഞാൻ അവരിൽ പെടണം, എനിക്കും ആ ഭാഗ്യം വേണം നബിയെ. അൻത മിൻഹും, നിങ്ങൾ അവരിലുണ്ട്. വേറൊരു സ്വഹാബി കൂടെ ചോദിച്ചു, എനിക്കും വേണം. സബഖക ബിഹാ ഉഖാശ, നിങ്ങൾ ചോദിച്ചത് ഉഖാശ കൊണ്ടുപോയല്ലോ, ഇനി നിങ്ങൾ ചോദിക്കരുത്, അത് ഉഖാശക്ക് കൊടുത്തു കഴിഞ്ഞു എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഹബീബാ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിനെ അല്ലാഹുവിനോട് നബി തങ്ങൾ പറയുന്നു, അല്ലാഹുവിനോട് ഫസ്തസത്തു, റബ്ബേ 70,000 പോരാ എനിക്ക്, എന്റെ ഉമ്മത്തികൾ ഒരുപാടുണ്ട്, ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്നവർ, അതുകൊണ്ട് എനിക്ക് എണ്ണത്തിൽ ഇനിയും കൂടുതൽ വേണം എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചു. സ്വഹീഹായ ഹദീസാണ്. ഇമാം ബൈഹഖി, ഇമാം അഹ്മദ് എന്നവർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ഇന്ന് കേട്ട ഹദീസ് ഉദ്ധരിച്ചു. ഇസ്തസ്തു റബ്ബി, എന്റെ റബ്ബിനോട് ഞാൻ സിയാദ വേണമെന്ന് പറഞ്ഞു, ഏറെ വേണമെന്ന് പറഞ്ഞു. ഫസാദനി മഅ കുല്ലി അൽഫിൻ 70,000. 70,000 ഓരോ 1000ന്റെ കൂടെയും ഓരോ 1000നും 70,000 അല്ലാഹു എനിക്ക് ഏറെ തന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ثم يشفع كل ألف في 70,000. അങ്ങനെ ഓരോ 1000വും അവരോടൊപ്പമുള്ള 70,000 ആളുകളും അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുമെന്ന് പറഞ്ഞ ഹദീസുണ്ട്. ثم يحثي ربي 3 حثيات بكفي. അല്ലാഹു തആല നരകത്തിൽ നിന്ന് 3 പിടുത്തം അങ്ങ് പിടിക്കും റബ്ബിന്റെ ജലാലിന്റെ കരങ്ങളെ കൊണ്ട്. അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറയാൻ പറ്റില്ല, അത് മുജസ്സിമത്തിന്റെ വാദമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധമായ റഹ്മത്ത് കൊണ്ട് ഒരു 3 പിടി പിടിക്കുന്ന പോലെ കോടാനക്കോടി ആളുകളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഫഖബ്ബറ ഉമറു, ഉമർ റളിയല്ലാഹു അൻഹു തക്ബീർ ചൊല്ലി, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി. കാരണം ഓരോ 1000ന്റെയും കൂടെ 70,000 വേറെയുമുണ്ട്. 70,000 ഓരോ 1000നും അല്ലാഹു 70,000 കൊടുത്തു എന്ന് പറഞ്ഞാൽ 49 ലക്ഷം ആളുകൾ നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഹിസാബില്ലാതെ കടന്നു പോകുമെന്നാണ് ഹദീസ്. 70,000 പിന്നെ മാറി 4,009,00,000, അതായത് 49 ലക്ഷം ആളുകൾക്ക് അല്ലാഹു തആല വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ അനുമതി നൽകുന്നുണ്ട്. എന്തിനാണിതെന്നറിയുമോ? ആദ്യ കാലഘട്ടങ്ങളിലെ വിശ്വാസികൾ ആ കോട്ട പൂർത്തിയായി കാണും, ഇനി നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല എന്ന് പിൻഗാമികൾ വിചാരിക്കാതിരിക്കാൻ, പിൻഗാമികൾക്ക് നിരാശ വരാതിരിക്കാൻ അള്ളാഹുവിനോട് ഇങ്ങനെ തവക്കുലാക്കുന്ന മുത്തഖീങ്ങളിൽ മുത്തഖീങ്ങളായ ഉലൈകൽ മുഖറബൂൻ, മുഖറബീങ്ങളായ മുഅ്മിനീങ്ങൾ എല്ലാ തലമുറയിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് നബി തങ്ങൾ ഓരോ 1000നും 70,000 വെച്ച് അള്ളാഹുവിനോട് ഏറെ ചോദിച്ചു വാങ്ങിയത്. അപ്പോഴാണ് ഉമർ എന്നവർ തക്ബീർ ചൊല്ലിയത്. അല്ലാഹു അക്ബർ, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമല്ലയോ അത്. അതുകൊണ്ട് തവക്കുൽ ശീലമാക്കുക, അധ്വാനിക്കണം. കാര്യങ്ങളെ റബ്ബിനെയാണ് ഏൽപ്പിക്കേണ്ടത്, ഭൗതികതയല്ല, നമ്മുടെ സൗകര്യങ്ങളെയല്ല. രോഗങ്ങൾക്ക് പോലും ശിഫ നൽകുന്നത് അല്ലാഹുവാണ്.
മരുന്നോ ഡോക്ടറോ അല്ല, അല്ലാഹു ആണ് എന്ന് പ്രത്യേകം ഓർക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തവക്കുലാക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا ونبينا وحبيبنا محمد وعلى آل سيدنا ومولانا وحبيبنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك.